അഥവാ കാത്യായനിയുടെ പിതൃവംശീയന് പുത്രരൂപേണ സ്വീകരിച്ചാൽ, കാത്യായനിയുടെ പിതൃവംശീയന് പുത്രരൂപേണ സ്വീകരിച്ചതുകൊണ്ട് കാത്യായനൻ യാജ്ഞവൽക്യപുത്രനാവാം. ഈ രണ്ട് തരത്തിലും ശരിയാണ്. ചിലർ ശ്രൗതസൂത്ര രചയിതാവായ കാത്യായനനും വാർത്തികകാരനായ കാത്യായനനും രണ്ടാണ് എന്ന് പറയുന്നുണ്ട്. വാർത്തികകാരനായ കാത്യായനൻ സോമദത്തപുത്രനായ വരരുചി കാത്യായനനാണ്. വരരുചി വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിതനാണ് എന്ന് പലരും മാനിക്കുന്നു. ഈ മതങ്ങളുടെ സമർത്ഥനവും വിരോധവും നമുക്കുപയോഗിയല്ലാത്തതിനാൽ ഞാൻ വിടുന്നു, അതിലേക്ക് പോകുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനൊരു സൂചന തന്നു എന്ന് മാത്രം, എപ്പോഴെങ്കിലും വേണ്ടി വന്നാൽ. അപ്പോൾ കാത്യായനൻ്റെ കാര്യത്തിൽ ശങ്ക ആവശ്യമില്ല. പിന്നീട് അതേ ഗോത്രത്തിൽ മറ്റൊരു കാത്യായനൻ വരരുചി ഉണ്ടാവുകയും വാർത്തികം രചിക്കുകയും സംഭവമാകാം. പുഷ്പദന്തൻ്റെ ജന്മസ്ഥാനത്തെക്കുറിച്ചും മതഭേദമുണ്ട്. വാർത്തികകാരൻ കാത്യായനൻ മഹാഭാഷ്യത്തിൽ പ്രിയതദ്വിദാഹി ദക്ഷിണാത്യാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ദക്ഷിണാത്യനെന്ന് കരുതുന്നു, ദക്ഷിണേന്ത്യക്കാരനാണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യമുണ്ടാകാവുന്ന കൃതിയാണ്. പഠിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഭാഷയിൽ ആ കൃതിയിലുണ്ട്. ഏതൊരു ദേശത്തിൻ്റെ സംസ്കൃതി ഏതൊരു കൃതിയിൽ ഉറങ്ങുന്നുവോ അവർ പഠിച്ചാൽ പെട്ടെന്ന് അനുഭവമാകുന്നതാണ്. പ്രാദേശിക രൂപവും പഠനത്തിലുണ്ട്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും നിത്യം ജപിക്കുന്നതും ഉത്തരേന്ത്യയിലാണ്. അവിടെ അത്താഴമുണ്ണുന്നതിന് മുമ്പ് ശിവമഹിംന ജപിച്ചിരിക്കും പല സ്ഥലങ്ങളിലും. വൈകുന്നേരത്തെ സന്ധ്യാവന്ദനത്തിൽ നിർബന്ധമായും ജപിച്ചിരിക്കും കുറേ ആളുകൾ. സായം സന്ധ്യയിൽ ഈശ്വരപൂജ കഴിഞ്ഞാൽ, ശിവപൂജ കഴിഞ്ഞാൽ ശിവമഹിംന മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. അങ്ങനെയും സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ പുഷ്പദന്തൻ്റെ ജന്മസ്ഥാനത്തിൽ ദക്ഷിണേന്ത്യയാണെന്ന് പൊതുവെ മതമുണ്ട്. എന്നാൽ കഥാസരിത് സാഗരത്തിലെ പുഷ്പദന്തൻ ദക്ഷിണാത്യനല്ല. അപ്പോൾ കാത്യായന രൂപത്തിൽ അവതീർണ രൂപനായ പുഷ്പദന്തൻ വാർത്തികകാര കാത്യായനിൽ നിന്ന് ഭിന്നനാണെന്ന് സംശയമുണ്ടാവാം. എന്നാൽ കഥാസരിത് സാഗരകാരൻ സ്വയം പാണിനീയ സൂത്രക വ്യാഖ്യാകാരൻ പുഷ്പദന്തനാണെന്നും അദ്ദേഹം തന്നെ കാത്യായനനെന്നും മാനിക്കുന്നു. ജന്മസ്ഥാന വിഷയത്തിൽ ലേഖമാത്രം അന്യഥ സ്വീകരിക്കുന്നതാണ് ഉചിതം. എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാല ആവശ്യത്തിനുള്ളത് സ്വീകരിച്ചു വിടുകയാണ് ഉചിതം. കാരണം അപ്പോൾ കഥകൾ അനേകം ജന്മങ്ങളെ യോജിപ്പിച്ചെഴുതിയതാണ്. അതുകൊണ്ട് അതൊന്നായിരിക്കില്ല. നിങ്ങളുടെ ജീവചരിത്രം എഴുതാൻ പോയാൽ അത് മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ നിങ്ങളോടുള്ള പ്രിയം ഹേതുവായി മറ്റു പലരുടെയും ജീവിതത്തിൽ കണ്ട മഹത്വങ്ങൾ പ്രിയമുണ്ടാകുമ്പോൾ നിങ്ങളുടെ പേര് ചേർക്കും. വളരെ മഹാന്മാരുടെ ജീവിതം എഴുതുകയാണെങ്കിലും വിയോജനക്കുറിപ്പുകൾ വരുന്ന ഒരു നിമിഷം, നീണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവചരിത്രം എഴുതുന്നതെങ്കിൽ അതിനെടുക്കുന്ന കാലത്ത് പ്രിയത്തോടുകൂടി തുടങ്ങി ഇടയ്ക്ക് അപ്രിയത്തിന് കാരണമായ സംഭവങ്ങൾക്ക് അവിടെ നടക്കാത്ത കാര്യങ്ങൾ അന്യരിൽ നടന്നിട്ടുള്ളത് അവിടെ ചേർത്ത് വെക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ടൊരു ഭക്തൻ നിങ്ങളുടെ ജീവചരിത്രം എഴുതിയാലും, നിങ്ങളോട് ഏറ്റവും ഭക്തിയുള്ള ഒരുവൻ നിങ്ങളുടെ ജീവചരിത്രം എഴുതിയാലും തുടങ്ങുന്നത് വളരെ ഭക്തിയിലാണെങ്കിലും ചില വിയോജിപ്പുകളൊക്കെ എപ്പോഴായാലും ജീവിതത്തിലുണ്ടാവും. കർമ്മമേഖലയാണ്. വിയോജിപ്പുള്ള കാര്യങ്ങൾക്ക് സമർത്ഥനം ചെയ്യുന്നതിന് വേണ്ടി ആ ജീവിത കാലഘട്ടത്തിലെ അന്യരുടെ ജീവിതാംശത്തിൽ നിന്നുകൂടെ ചേർക്കും. ശരിയല്ല?
അങ്ങനെ മാത്രമേ മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ആത്മകഥ എഴുതാനിരുന്നാലും അങ്ങനെ തന്നെയാണ്. സ്വയം എഴുതാൻ പോവുകയാണ്. അങ്ങനെ എഴുതാൻ ഒരുങ്ങിയാൽ എൻ്റെ മഹത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നെനിക്ക് തോന്നുമ്പോൾ എനിക്ക് പരിചയമുള്ളവരുടെ ചിലരുടെ മഹത്വം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലേതാണെന്ന് ഞാനൊന്ന് ചെറിയ പൊടിക്കൈക്ക് ചേർത്ത് നോക്കും. മനസ്സിലായില്ല? അതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികവും ധാരാളവുമാണ്. മനുഷ്യജീവിതം അങ്ങനെയുള്ളതാണ്. അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ദുഃഖകഥകളും നിങ്ങളുടെ വേദനകളും യാതനകളും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വായിച്ച പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള യാതനകൾ നിങ്ങളുടേതായി ഏറ്റുവാങ്ങി പിള്ളേരോട് പറഞ്ഞ് അവരുടെ അനുകമ്പ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇഷ്ടം പോലെ സന്ദർഭങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയല്ല, ശരിയല്ല, ശരിയല്ലെന്നല്ലേ? ശരിയാണ്. നിങ്ങളുടെ അയൽവക്കത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ പലതും കണ്ടിട്ടുള്ള നിങ്ങൾ, പിള്ളേരത് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയ സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവങ്ങൾ പലതും നിങ്ങളുടേതാക്കി ചിത്രീകരിച്ച് അതിൻ്റെ മഹത്വത്തിനുള്ള ഈടുവയ്പ്പുകൾ ഉണ്ടാക്കാൻ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. ശരിയല്ല? അതൊക്കെ ലോകത്ത് സ്വാഭാവികമാണ്. മനുഷ്യരൊക്കെ ചെയ്യും. അതുകൊണ്ട് ഭാരതീയ പൗരാണികർ ജീവചരിത്രങ്ങൾക്കും ആത്മകഥകൾക്കും പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമുക്കിത് ആവശ്യമായി വരുന്നത് നമ്മുടെ പാരമ്പര്യത്തോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ്. അതിനാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കഥകൾ വിലക്ഷണങ്ങളാകുന്നത് ഇങ്ങനെയാണ്. ജന്മസ്ഥാനത്തെ ആസ്പദമാക്കി കാത്യായന ഭേദം സ്വീകരിക്കേണ്ടതില്ല. അത് നമുക്ക് പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ട് പ്രസിദ്ധ വ്യാകരണ വാർത്തികകാരൻ മഹർഷി കാത്യായനൻ തന്നെ മഹിംന സ്തോത്ര രചയിതാവാണ് എന്ന് നിശ്ചയിക്കുന്നതാണ് ഉചിതവും പഠിക്കാൻ എളുപ്പവും. കാത്യായന ശാഖയുടെ ദക്ഷിണത്തിലുള്ള വ്യാപ്തിയും പ്രചാരവും തന്നെ അദ്ദേഹം ദക്ഷിണാത്യനാണെന്നുള്ളതിലേക്ക് പ്രമാണമാണ്. കാത്യായന ശാഖ ദക്ഷിണത്തിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്, അത് ഉത്തരേന്ത്യയിലല്ല. എന്നിരുന്നാലും സ്കന്ദപുരാണ പ്രകാരം യാജ്ഞവൽക്യന്റെ ആശ്രമം ഗുജറാത്തിലാണ്. ഇന്നും പ്രസിദ്ധിയുള്ള യാജ്ഞവൽക്യ ആശ്രമം ഗുജറാത്തിലാണ് കിടക്കുന്നത്. ഇതിഹാസകാരന്മാർ ഇക്കാര്യത്തിൽ പറയുന്നത് യാജ്ഞവൽക്യൻ രാജാജനകന്റെ അടുത്ത് മിഥിലയിലേക്ക് പോയപ്പോൾ പുത്രൻ കാത്യായനൻ ദക്ഷിണാത്യത്തിലേക്ക് പോയി എന്നാണ്. എന്നാൽ ഇന്നും മഹാരാഷ്ട്രത്തിൽ യാജ്ഞവൽക്യ പ്രവർത്തിതമായ മാധ്യന്തിന ശാഖ പ്രചുര പ്രചാരത്തിലാണ്. മാധ്യന്തിന ശാഖ, കാണ്വ ശാഖ എന്ന് രണ്ട് ശാഖകളുണ്ട്. ഇതിൽ മാധ്യന്തിന ശാഖ യാജ്ഞവൽക്യ പ്രവർത്തിതമാണ്. അത് മഹാരാഷ്ട്രയിൽ, ദക്ഷിണേന്ത്യയിൽ വളരെ പ്രസിദ്ധമാണ്. യാജ്ഞവൽക്യനെ അതുകൊണ്ടും ദക്ഷിണാത്യൻ എന്ന് കരുതുന്നവരുണ്ട്. ഗുജറാത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ക്ഷേത്രവും പ്രചാരക്ഷേത്രവും അവിടെ ആശ്രമവും ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ കാത്യായന ഗണാന്തർഗത വാർത്തികകാരൻ കാത്യായനന് മഹാഭാഷ്യകാരോക്തമായ ദക്ഷിണാത്യത്വം ഉപപന്നമാണ്. കഥാസരിത്സാഗരത്തിൻ്റെ അവതച്ച ചന്ദ്രമൗലി കൗശാംബീത്യസ്തി യാ മഹാനഗരി തസ്യാം സപുഷ്പദന്തോ വരരുചി നാമ പ്രിയേ ജാത. ഇത്രമാത്രം കാര്യത്തിൽ വിചാരം വേണ്ടെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ പറഞ്ഞതൊക്കെ ശരി. പുഷ്പദന്തനും വരരുചി കാത്യായനും ഒരാൾ തന്നെ. ഇനി കാലം 12ാം നൂറ്റാണ്ടിലെ ശിലാലിഖിതത്തിൽ മഹിംന കിട്ടിയിട്ടുണ്ടെന്ന് ആധുനിക ഗവേഷണങ്ങൾ പറയുന്നു. അന്ന് അത്രയ്ക്ക് പ്രചാരത്തിലെത്തിയിട്ടുണ്ടെന്നർത്ഥം. അന്നാണ് എഴുതിയതെന്നല്ല അർത്ഥം. അന്ന് തന്നെ ഇത്രയും പ്രചാരം കിട്ടിയിട്ടുണ്ട്. വിഷയത്തിൻ്റെ കാര്യത്തിൽ മഹിംന ഗംഭീരമാണ്. വിഷയവും നോക്കണം. മഹിംനയിലെ വിഷയം ആദ്യത്തെ 9 ശ്ലോകങ്ങളിൽ നിരാകാരവും സാകാരവും
തഥാ ശാശ്വതവും അർവാചീനവുമായ സ്വരൂപത്തെ ആസ്പദമാക്കി വിശദമായ വർണ്ണനമാണ്. അതിനുശേഷം ഭക്തിപ്രവർത്തനാർത്ഥം 15 ശ്ലോകങ്ങൾ മഹിമ്നയിലുണ്ട്. തവൈശ്വര്യം യത്നാത് മുതൽ ശ്മശാനേശ്വ ക്രീഡ വരെ ശ്ലോകങ്ങൾ ഈ പട്ടികയിൽപ്പെടും. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അടയാളപ്പെടുത്താം. മഹിമ്നയുണ്ടോ? ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ 9 ശ്ലോകങ്ങൾ നിരാകാര ഭക്തി, സാകാര ഭക്തി, ശാശ്വത ഭഗവത് സ്വരൂപം, അർവാചീന സ്വരൂപം ഇവയെ ആസ്പദമാക്കിയുള്ള സുവിശദമായ വർണ്ണനമാണ്. ആദ്യത്തെ 9 എണ്ണം. അതിനുശേഷം 15 ശ്ലോകങ്ങൾ ഭക്തി പ്രകർഷേണ വർദ്ധിക്കുവാൻ പാകത്തിനുള്ള ഭക്തി പ്രവർത്തനാർത്ഥ വർണ്ണനകളാണ്. അവസാനത്തെ 6 ശ്ലോകങ്ങൾ സാധനാഭക്തി ഗമ്യ പരമപദത്തിൻ്റെ സസാധനാവർണ്ണനമാണ്. ഗംഭീരവുമാണ്. ഭഗവത് വർണ്ണനാരൂപി സ്തുതി ഭക്തി ഏവം തത്വജ്ഞാനം ഏതൊക്കെയായി നോക്കുക. ഭഗവത് വർണ്ണനാരൂപമായ സ്തുതി, 2 ഭക്തി, 3 തത്വജ്ഞാനം. ഇവയുടെ ത്രിവേണി സംഗമമാണ് ശിവമഹിമ്ന. ശ്രദ്ധാപൂർവം പഠിച്ചാൽ ഒരെണ്ണം മതി. നമ്മളിങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട്, എങ്ങൊന്നും എത്താറുമില്ല. അവരൊക്കെ ഇതുപോലെ ഒരെണ്ണം ഉള്ളിൽ നിന്ന് വന്നത് എഴുതി മുക്തരായി പോവുകയും ചെയ്തു. ശ്രദ്ധാപൂർവം പഠിച്ചാൽ 1 ഭക്തി, 2 ഭഗവത് വർണ്ണനാരൂപി സ്തുതി, 3 തത്വജ്ഞാനം. ഭഗവത് സ്വരൂപ വർണ്ണനം, ഭക്തി, തത്വജ്ഞാനം ഇവയുടെ സംഗമഭൂവാണ് ഈ ശിവമഹിമ്ന. ജ്ഞാനത്തിനും ഭക്തിക്കും സ്വരൂപവർണ്ണനത്തിനും വളരെ പ്രാധാന്യം കൊടുത്തതാണ്. ആദ്യത്തെ 9 അവസാനത്തെ 6 ശ്ലോകങ്ങൾ മുമ്പോട്ട് കയറിയിരുന്നു. സ്വല്പം കയറിയിരുന്നു, ചാരണ്ട. അതിൽ സാധനം നിങ്ങളുടെ ഷർട്ടേ പറ്റും. ആശ്രമത്തിൽ നിന്ന് അതൊന്നും പറ്റിച്ചുകൊണ്ട് പോകണ്ട, ഈ മാറിയിരുന്നാൽ മതി. ആദ്യത്തെ 9 അവസാനത്തെ 6 ശ്ലോകങ്ങൾ തത്വപ്രതിപാദന പ്രധാനമാണ്. നടുക്കുള്ള 15 ശ്ലോകങ്ങൾ കഥാകഥന മുഖം കൊണ്ട് ഭാവോദ്ഭാവന പ്രധാനമാണ്. ആരെങ്കിലും തങ്ങളുടെ കുട്ടികൾ കവികളോ അബോധ പ്രബോധനമുള്ളവരോ മിത്ത് ജീവിതത്തിൽ അന്യനെ സന്തോഷിപ്പിക്കാൻ കഴിയണമെങ്കിൽ കാണുന്നത് പഠിച്ചാൽ പോരാ. ഈ ലോകത്ത് കാണുന്ന മാവും പ്ലാവും ഒക്കെ പഠിക്കുന്നവരുണ്ട്. ഈ ലോകത്ത് കാണുന്ന മനുഷ്യനെയൊക്കെ നോക്കിക്കാണുന്നവരുണ്ട്. ചിലരതൊന്നും നോക്കിയാൽ അതല്ല കാണുക. ഒരാളെ കണ്ടു കഴിയുമ്പോൾ ആ കാണുന്ന വ്യക്തിയെ കാണുന്നതിന് പകരം അയാളിലൂടെ അനേക ജന്മങ്ങളുടെ സ്മരണ ഉണർത്തുന്ന വ്യക്തികൾ. അനേക ജന്മങ്ങളിലെ പരിചയവും അനേക ജന്മങ്ങളിലൂടെ ഇയാൾ പോയ വഴികളും എല്ലാം ഒറ്റയടിക്ക് തോന്നുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിച്ചിരിക്കാൻ തുടങ്ങിയാൽ പൂർവജന്മങ്ങളുടെ സ്മൃതികളിലേക്ക് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും.
അവിടെ ഉറങ്ങിക്കിടക്കുന്നതും തീരാത്തതുമായ ജന്മപാപങ്ങളെ അവർ കാട്ടിത്തരും. അവയ്ക്കുള്ള പരിഹാരങ്ങൾ അതിനിസ്സാരവും അത്യന്ത ലളിതവുമായി അവർ നമുക്ക് ബോധ്യപ്പെടുത്തും. ഇതിന് അബോധ പ്രബോധനമെന്നാണ് പേര്. മിത്ത്. അതായത് നിങ്ങളുടെ ജാഗ്രത അനുഭവങ്ങൾക്കും അറിവുകൾക്കും ഒരിക്കലും സത്യമാണെന്ന് തോന്നാത്തവയും ഒരു യുക്തികൾ കൊണ്ടും സമർത്ഥിക്കാൻ കഴിയാത്തതും തർക്കങ്ങളറ്റതും ചെറിയൊരു ക്രിയാവിശേഷം കൊണ്ട് അത്തരം ഏടാകൂടങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുക്തമാക്കുന്നത് അവരെ കവികളെന്നാണ് വിളിക്കുക. ഇപ്പോൾ ഉള്ളവരല്ല. ക്രാന്തദർശികളായ അവർ മനുഷ്യ മനസ്സിൻ്റെ ഉല്ലേഖങ്ങളെ കണ്ടെത്തുന്നവരാണ്. അതിന് മിത്തിക്കൽ എക്സ്പ്രഷൻ എന്നാണ് പറയുക. അബോധ പ്രബോധനം എന്ന് മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു. നമ്മുടെ അബോധത്തെ ബോധിപ്പിക്കുക. നിലവിലുള്ള ജാഗ്രതത്തിനെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. ജാഗ്രത ഒന്നിനും പരിഹാരമല്ല, ഉണ്ടായി മറയുന്നതാണ്. ജാഗ്രത ആനന്ദമല്ല. ജാഗ്രത സദാ ദുഃഖപൂർണമാണ്. അങ്ങനെയുള്ള നിഷ്ണാതന്മാരായ കവികളെ സൃഷ്ടിക്കുവാൻ ഈ സ്തോത്രം വളരെ ഉത്തമമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നല്ല കവികളായി വളരണമെങ്കിൽ ഇത് രാവിലെ പഠിപ്പിക്കുകയും ചൊല്ലിക്കുകയും ചെയ്താൽ പ്രയോജനമുണ്ട്. കാരണം ഇത് അബോധം ഉണർത്തുന്നതാണ് ഇതിലെ ശബ്ദം. ഇതിൻ്റെ ശാബ്ദിക പ്രപഞ്ചം പോലും ആനന്ദപ്രദമാണ്. കഴിഞ്ഞ സ്തോത്രം എടുത്തപ്പോഴും ഞാനിത് സൂചിപ്പിച്ചിരുന്നുവെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അബോധമുണരും. ബോധം കൊണ്ട് വലിയ കാര്യമില്ല. അബോധമുണർന്നവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് പലതിനെയും നിയന്ത്രിക്കാൻ കഴിയും. പ്രകൃതിയുടെ താളം ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് പലപ്പോഴും ലോകത്ത് ജീവിക്കുമ്പോൾ ജാഗ്രത ശരിപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. അതുകൊണ്ടാണ് വഴക്കുകളും വക്കാണങ്ങളും ഉണ്ടാകുന്നത്. അബോധം ശരിപ്പെടുത്താനുള്ള തന്ത്രം പഠിക്കണമെങ്കിൽ ഒരു കാവ്യഭാവന ഉണ്ടാകും. അതൊരു ഭാവനാപ്രസിദ്ധ ലോകമാണ്. അത് യോഗയുക്തന് മാത്രമേ കിട്ടൂ, അല്ലാത്തവന് ലഭിക്കില്ല. അതുകൊണ്ട് വളരെ പ്രസിദ്ധമാം വിധം കഥാകഥനം കൊണ്ട് ഭാവോദ്ഭാവന പ്രധാനമാണ്. 31-ാമത്തെ ശ്ലോകത്തിൽ വാക്യപുഷ്പോപഹാരമാണ് പുഷ്പദന്തൻ സമർപ്പിക്കുന്നത്. ശ്ലോകം കണ്ടോ? അവിടെയാണ് പുഷ്പദന്തൻ വാക്യപുഷ്പോപഹാരം ഭഗവാന് സമർപ്പിക്കുന്നത്. 32-ാമത്തെ ശ്ലോകത്തിൽ നിരഭിമാന പ്രദർശനവും കാണാം. അതിലൂടെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ സ്പഷ്ടീകരണവും ഉപസംഹാരവുമായി. 32 ശ്ലോകമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ശരിയാണോ? അല്ല, ആ വിഷയം തീരാനുള്ളത്. അവിടെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വർണ്ണനകളാണ്. ആ 32-ാമത്തെ ശ്ലോകത്തിലാണ് വാക്യപുഷ്പോപഹാരം കഴിഞ്ഞ് അതിൻ്റെ സമർപ്പണം വരുന്നത്. 32 അല്ലേ അത്? നോക്കിയേ. സിതഗിരി സമം സ്യത് കജ്ജലം സിന്ധുപാത്രൈ സുരതരു വരശാഖ ലേഖനീ പത്രമുർവി ലിഖതി യതി ഗൃഹീത്വാ ശാരദാ സർവകാലം തദപി തവ ഗുണാനാം ഈശപാരം നയാതി എന്ന് വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ അഭിമാനമൊക്കെ താത്തുവെച്ച്. ഇനി അടുത്ത 42 ഒന്ന് നോക്കിയേ.
അതതിൻ്റെ കുറച്ചുകൂടെ സ്പഷ്ടീകരണമാണ്. അവിടെ അത് തീർക്കുകയാണ്. അനേകം വ്യാഖ്യാനങ്ങൾ സംസ്കൃതത്തിലും ഹിന്ദിയിലും പ്രസിദ്ധമായുണ്ട്. ഏറ്റവും ഉത്തമമായ ശിവമഹിംനയുടെ വ്യാഖ്യാനം മധുസൂദന സരസ്വതിയുടെയാണ്. മധുസൂദന സരസ്വതി ഹരിഹരപക്ഷ വ്യാഖ്യാനമാണ് നൽകിയിരിക്കുന്നത്. വളരെ പ്രസിദ്ധിയുള്ള വ്യാഖ്യാനമാണ് ഹരിഹരപക്ഷീയ വ്യാഖ്യാനം. ഹരിഹരപക്ഷീയ വ്യാഖ്യാനമെന്ന് പറഞ്ഞാൽ ശിവമഹിംന എന്ന പേര് വിഷ്ണുമഹിംന എന്നും പറയാം. അതിലെ എല്ലാ പദവും വിഷ്ണുവിൻ്റെ പര്യായമാണ്. അത് വെച്ചുകൊണ്ട് ഹരിപക്ഷീയ വ്യാഖ്യാനം മധുസൂദന സരസ്വതി രചിച്ചിട്ടുണ്ട്. ഹരപക്ഷീയ വ്യാഖ്യാനവും മധുസൂദന സരസ്വതി രചിച്ചിട്ടുണ്ട്. ഭക്തിയിൽ മധുസൂദന സരസ്വതിക്ക് സമാനനായ ഒരാൾ ഇനിയും ജനിച്ചിട്ടില്ല. നവരസങ്ങളും അതിൻ്റെ വിഭാവങ്ങളും അതിൻ്റെ ആലംബനങ്ങളുമാണ് ഭാരതീയർ ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന. അതിനപ്പുറം ഒരു രസം കണ്ടുപിടിക്കുവാൻ ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഇരുന്ന് ഇനിയും ശ്രമിച്ചാലും സാധ്യവുമല്ല. അത്ര കണ്ട് ആലംബന വിഭാവാദികളോടുകൂടി കൃത്യമായി ഭാരതീയർ തന്നിട്ടുള്ളതാണ് 9 രസങ്ങൾ. എന്നാൽ മധുസൂദന സരസ്വതി ഭക്തിയെയും രസനിഷ്പത്തിയിലേക്ക് കൊണ്ടുവരികയും ഭക്തി രസം ഒരു രസമായി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നായിരിക്കണം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വളരെ ഭക്ത കവികൾ തന്നെ രംഗപ്രവേശം ചെയ്തത് 17-ാം നൂറ്റാണ്ടിൽ. 14, 15, 16 നൂറ്റാണ്ടുകളിലാണ് മധുസൂദന സരസ്വതിയുടെ രംഗപ്രവേശവും വളർച്ചയും എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പോഴാണ് ഭാരതം അതിൻ്റെ ഗർവിൽ ഇസ്ലാമിക ശക്തികളുടെ തേർവാഴ്ചയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതും ആധ്യാത്മിക രംഗത്ത് നവോത്ഥാനമുണ്ടാകുന്നതും അതിനനുസരിച്ച് അഖാഡകൾ സ്ഥാപിതമാകുന്നതും. അതിൻ്റെ സ്ഥാപകൻ മധുസൂദന സരസ്വതിയാണ്. ആ മധുസൂദന സരസ്വതി ശിവമഹിംനയ്ക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. ഭക്തിരസായനവും മധുസൂദന സരസ്വതിയുടെ കൃതിയാണ്. ഒരുപക്ഷെ എഴുത്തച്ഛനും കമ്പർക്കും കബീറിനും തുക്കാറാമിനും രാമദാസിനും തുളസിദാസനുമൊക്കെ അവരുടെ പുതിയ പ്രസ്ഥാനത്തിന് വഴിയായിത്തീർന്നത് മധുസൂദന സരസ്വതിയാണ്. അതിലെ ഏറ്റവും ഉത്തമമായ വ്യാഖ്യാനം മധുസൂദന സരസ്വതിയുടെയാണ്. അദ്ദേഹം പറയുന്നത് പൂർവാചാര്യന്മാരുടെ വ്യാഖ്യാന സംഗ്രഹമാണ് താൻ നടത്തുന്നതെന്നാണ്. അതും നമ്മുടെ ഈ പഠനത്തിൽ അല്പം വെളിച്ചം വീശും.